അതേപോലെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന സന്ദർഭമാണ് ബാങ്ക് കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ വലിയ ബഹുമാനം കാണിക്കണം. പടച്ചവൻ്റെ ദിക്റാണ്, അതിന് നല്ല ശ്രദ്ധ കൊടുക്കണം. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ നമ്മൾ എന്തു വേണം? ഉടനെ അയാളോട് പറയാം, ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറയും. അത് കട്ടാക്കികൾ. അതൊരു വലിയ ദഅവത്തും കൂടിയാണ്. അപ്പോൾ അയാൾക്കും മനസ്സിലായി എന്ത്, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന്. നമ്മളങ്ങനെ ചെയ്യുമോ? നമ്മൾ ഇതാണ് തീരട്ടെ എന്ന്. ബാങ്ക് മൊല്ലാക്കൊക്കെ പൈസ കൊടുക്കണ്ടല്ലോ, മൂപ്പര് കൊടുത്തോളും, എൻ്റെ സംസാരം ഞാൻ തുടരട്ടെ എന്ന് നമ്മളവിടെ തുടരില്ല. അത് പറ്റൂല. ബാങ്കിനെ ആദരിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. മൻ തകല്ലമ ഇൻദല്ലദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് ഭൗതിക സംസാരത്തിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ മരണസമയത്ത് കെലിമ ചൊല്ലാനാവാതെ അവൻ്റെ നാവ് പിടച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം ഈ ഷഹാദത്ത് കലിമനെ ആദരിക്കണം, അതിന് സാഗൂതം ശ്രദ്ധിക്കണം, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏറ്റു പറയണം. ഓനെ കെലിമയില്ലാൻ സാധിക്കുള്ളൂ. അള്ളാഹു അതിനുവേണ്ടിയാണ് ഈ ബാങ്ക് ഇങ്ങനെ കേൾപ്പിക്കണേ. നമ്മളെ നാവിലും ചുണ്ടിലും കൽബിലും ഒക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് നിറഞ്ഞു നിന്നെങ്കിലേ മരിക്കുന്ന സമയത്ത് ആ കെലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ആ ബാങ്ക് ശ്രദ്ധിച്ച് അതിന് ഇജാബത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. ആ ദുആ ചെയ്യുമ്പോൾ പള്ളിയിലാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എന്ത് ചെയ്യും? കൈയൊന്തിച്ച് ദ്വാരക്കും. പുരയിലാണെങ്കിൽ ഇതിനെ തീരെ ശ്രദ്ധിക്കൂല, വർത്തമാനത്തിലേക്ക്. അങ്ങാടിയിലൊക്കെ ആണെങ്കിലോ ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്ന ആൾക്കാർ എന്നെ ചുണ്ടളകൂല. എന്താ പറയുക, ചുണ്ടളകുമ്പോൾ മറ്റോ കണ്ടാലോ എന്നാ, എന്നിട്ട് മെല്ലെ ഇങ്ങനെ ഇറക്കല, അങ്ങനെ ചുണ്ടളകാതെ. പിന്നെ ബാങ്ക് കഴിഞ്ഞിട്ട് മെല്ലെ മനസ്സിൽ ദ്വാരന്നിട്ട് ഇങ്ങനെ ഒരു തേമ്പലുണ്ട് അല്ലേ, ദ്വാ തീരണ കൈ വയ്ക്കാലോ അത് മറ്റോ കാണും. നമ്മൾ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ കണ്ട് പഠിക്കണം. നമ്മൾ അവരെ കൂടെ ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കാണില്ലേ, ഏതെങ്കിലും അവരൊരു ആരാധനാലയത്തിൻ്റെ ബോർഡ് കണ്ടാൽ മതി, അവരങ്ങോട്ട് കൈവക്കി അതൊരു 3-4 സ്ഥലത്ത് തൊട്ട് ആദരിക്കണുണ്ടില്ല. നമുക്ക് നമ്മളെ ദീനിൻ്റെ ഒരു ഷിആർ ബഹുമാനിക്കാൻ വലിയ മടിയും കുറവും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദരിക്കാത്തതിന് പിന്നെ വേറെ ആരാദരിക്കും? നമ്മളിൽ നിന്ന് ബാങ്ക് ബഹുമാനിക്കപ്പെടുന്നതായി മറ്റുള്ളവർ കാണുമ്പോഴാണ് അവരും അതിനെ ആദരിക്കുക. അങ്ങനെയാണ് നമ്മളും. വേറെ ഏത് ആളുകൾ എന്തിനെ ആദരിക്കുന്നുണ്ടെങ്കിലും അതിനെ അനാദരിക്കാൻ നമ്മൾ പോകൂലല്ലോ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് അള്ളാഹുവിനെയാണെങ്കിൽ ആ അള്ളാഹുവിൻ്റെ ബാങ്ക് വിളിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊക്കെ നിർത്തിവെച്ച് അതിനെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതുപോലെ ഏറ്റുചൊല്ലുകയും ചെയ്യണം. ഇത് നമ്മൾ ശീലമാക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്.